പൊള്ളാച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ. ആംബുലൻസ് ഓരോരുത്തരെയും മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു പൊള്ളാച്ചിയിൽ നിന്നും. ഏറെ സന്തോഷത്തോടു കൂടി ഒരു വിനോദയാത്ര പോയവരാണ് തിരികെ വിലാപയാത്രയായി മടങ്ങി വരുന്നത് എന്നുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ കാണുന്നത്. പ്രധാന അധ്യാപികയായ അജിത, അധ്യാപകരായ റംല, സുഹറ, ആശ, അബ്ദുൾ മജീദ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയ, പാചകത്തൊഴിലാളിയായ സാജിദ, സുഹറയുടെ മകൻ, ചെറുകുളമ്പ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹിഷാം, സമീപ സ്കൂളായ പാങ് GOPSലെ അധ്യാപികയായ ഷക്കീന എന്നിവരാണ് മരിച്ചത്. ഇങ്ങനെ ഈ 9 പേരാണ് തിരികെ കണ്ണീർ യാത്ര കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മടങ്ങി വരുന്നത്. അതിനുശേഷം പാങ് സ്കൂളിൽ വെച്ചിട്ട്, ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. 1 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 9 മണിയോടുകൂടി അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ തരത്തിലാണ് ക്രമീകരണങ്ങൾ ഓരോന്നും തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് ആംബുലൻസുകൾ ഇപ്പോൾ എത്തുകയാണ്. ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു 5:20 കൂടിയാണ് അപകടമുണ്ടായത്. പൊള്ളാച്ചി വഴി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13 ഹെയർ പിൻ വളവ് തിരിയുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട വാൻ പല തവണ കീഴ്മേൽ മറിഞ്ഞ് തെറിച്ച് 9ാം വളവിലേക്ക് പതിച്ചത്. 8 പേർ ആ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. വാൻ 9ാം വളവിലെ കൈവരിയിൽ ഇടിച്ച് മരത്തിൽ തട്ടിയാണ് നിന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആ അപകട സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ അതും നമ്മൾ കണ്ടതാണ്. ആ വാനിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം വലിയൊരു ആഘാതം ആ അപകട സമയത്ത് തന്നെ സംഭവിച്ചു എന്നുള്ളത്. അങ്ങനെ 8 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്നു. 3 പേരുടെ നില ഗുരുതരമാണ്. അവരെ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ 9 പേരും വിടവാങ്ങുകയാണ്. ഗോകുൽ VS അവിടെ നിന്ന് തുടരുന്നുണ്ട്. ഗോകുൽ നാട്ടിലേക്ക് മടങ്ങുകയാണ് അവസാനമായിട്ട്. ഇപ്പോൾ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഒരു ഉല്ലാസയാത്രയായി വന്ന ആളുകൾ അവർ തിരികെ മടങ്ങുന്നത് വിലാപയാത്രയായിട്ടാണ് എന്നുള്ളതാണ്. അത് എത്രമാത്രം വേദനിപ്പിക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ കഴിയില്ല. അത്രമാത്രം വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഒരു ട്രാവലറിൽ കളിച്ച് ചിരിച്ച് ഉല്ലാസത്തോടെ വന്നവരാണ്. നമുക്ക് അവരുടെ യാത്രയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അത് എത്രമാത്രം രസത്തോടെയായിരുന്നു അവർ, ഉല്ലസിച്ചായിരുന്നു അവർ യാത്ര നടത്തിയിരുന്നത്. പക്ഷേ അത് പിന്നീടൊരു വിലാപയാത്രയായി മാറുന്നു എന്നുള്ളത് ഒരു വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. അത് ആർക്കും വരരുത് എന്ന് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ വിലാപയാത്രയായി ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവർ പഠിപ്പിച്ച സ്കൂളുകളിലേക്ക് അവർ കുട്ടികളുമൊത്ത് സമയം ചെലവഴിച്ച, കുട്ടികളുമൊത്ത് കളിച്ച് ഉല്ലസിച്ച് ചിരിച്ച് നടന്നിരുന്ന സ്കൂളിലേക്ക് ഇപ്പോൾ അവരുടെ മൃതദേഹമാണ് എത്തുന്നത്. അതും വളരെ വേദനിപ്പിക്കുന്ന ഒരു അപകട വാർത്തയായി അങ്ങനെ ഒരു ഇതായി വരുന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ആ കാര്യമാണ്. കാരണം അവർ ഒരുമിച്ച് ഈ അവധിക്കാലത്ത് ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി ഒരു യാത്ര പോകുന്നു. ഒരുമിച്ച് സഹപ്രവർത്തകരാണ്. ഈ സഹപ്രവർത്തകരെല്ലാം തന്നെ ഒരുമിച്ചൊരു യാത്ര പോകുന്നു എന്ന് പറയുന്നത് ഒരു മനോഹരമായ നിമിഷമാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ നിമിഷമാണ്. ആ നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നത്. അത് ആർക്കും ഉൾക്കൊള്ളാൻ കുറേ സമയമെടുക്കുന്നതാണ്. കാരണം അപ്രതീക്ഷിതമായി വരുന്ന ഇത്തരം മരണങ്ങളെയൊക്കെ തന്നെ ഒരു കുടുംബത്തെയും അല്ലെങ്കിൽ ഒരു സമൂഹത്തെയൊക്കെ തന്നെ അല്ലെങ്കിൽ ആ മരിച്ച ആളുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെ വല്ലാതെ ഉലച്ചു കളയുമെന്നുള്ളതും നമുക്കറിയാവുന്നൊരു വസ്തുതയാണ്. ഇപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഇവരുമായി ബന്ധപ്പെട്ട ഓരോ ആളുകളും എന്നുള്ളതും ഉറപ്പാണ്. ശരിയാണ്. അങ്ങനെ വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു 5:20 കൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അതിനുശേഷം നാടൊന്നാകെ അറിയുന്ന ഈ ഒരു നടക്കുന്ന ഒരു അപകട വിവരം വേദനിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം പൊള്ളാച്ചിയിൽ നിന്ന് ആ സംഭവ സ്ഥലത്ത് നിന്ന് ഉൾപ്പെടെ ആയാലും ആശുപത്രിക്ക് മുന്നിലായാലും അവിടെ നിന്നുള്ള ഓരോ പ്രതികരണങ്ങൾ കേൾക്കുമ്പോഴും അത്രത്തോളം വേദനയോടുകൂടി മാത്രമേ നമുക്ക് കണ്ടും കേട്ടും നിൽക്കാനാവുകയുള്ളൂ. അത്രത്തോളം സന്തോഷത്തോടു കൂടി അവർ നടത്തിയൊരു യാത്രയാണ്. 11 വയസ്സുകാരൻ ഉൾപ്പെടെയാണ് മരണപ്പെട്ടിരിക്കുന്നത്.
ആ സ്കൂളിലേക്ക് ഇങ്ങനെ ആയിരുന്നില്ല അവർ ഓരോരുത്തരും തിരികെ എത്തേണ്ടിയിരുന്നത്. പരസ്പരം സ്നേഹത്തോടെയും കൈത്താങ്ങായും നിന്ന ഓരോരുത്തരുമാണ്. രണ്ടുപേരൊഴികെ ബാക്കിയുള്ള എല്ലാവരും തന്നെ ആ ഒരു സംഘത്തിലുണ്ടായിരുന്നു. തിരികെ എത്തുമ്പോൾ ആ സ്കൂള് ഇനിയൊരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ആ സ്കൂൾ ഒന്നാകെ വേദനയിലായിരിക്കും. കാരണം അതിൽ ആ സ്കൂളിനെ ആകെ മുന്നോട്ട് നയിച്ച ഭൂരിഭാഗം പേരുമാണ് ഇല്ലാതായിരിക്കുന്നത്. അങ്ങനെ വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ്. കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടി തന്നെ ഇവർ ഓരോരുത്തരും സന്തോഷത്തോടെ പങ്കുവെച്ച ദൃശ്യങ്ങളുണ്ട്, വാട്സപ്പ് സ്റ്റാറ്റസുകളുണ്ട്, ഓരോ ഫോട്ടോയുണ്ട്. അതാ നമുക്ക് ഈ ദൃശ്യത്തിൽ പോലും കാണാം, ഈ സ്ക്രീനിൽ പോലും കാണാം. അവരവിടെ നിന്നും പങ്കുവെച്ച ദൃശ്യങ്ങളാണ്. അങ്ങനെ ഏറെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്രയാണ് ഈ ഒരു വലിയൊരു അപകടത്തിലേക്ക് കലാശിച്ചത്. അങ്ങനെ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി ഇപ്പോൾ തിരികെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇനി അവരെ അവരാക്കി മാറ്റിയ സ്വന്തം സ്കൂളിലേക്ക് അവസാനമായിട്ട് എത്താൻ പോവുകയാണ്. ആ നാടൊന്നാകെ സ്നേഹിക്കുന്ന ഓരോരുത്തരുമാണ്, നാടിൻ്റെ ഓരോ പ്രിയപ്പെട്ടവരാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആ നാട്ടിലുള്ളവരും പറയുന്നുണ്ടായിരുന്നു, സ്കൂളിലെ ഒരു അധ്യാപകർ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് അംഗങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ആ സ്കൂളെന്ന് പറയുന്നത് തന്നെ നാടിൻ്റെ വലിയൊരു ഭാഗമാണ്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അധ്യാപകരും മറ്റ് അംഗങ്ങളുമാണ്, അവരാണ് ഇല്ലാതായിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞ ദിവസം അതിലൊരു അധ്യാപകർ ഒക്കെ തന്നെയും ഒപ്പമുള്ള 2-3 അധ്യാപകർക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ തന്നെ അയച്ചു കൊടുത്ത ആ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെയും പുറത്തു വരുന്നത്. അതിപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോസ് ആയാലും മറ്റ് വീഡിയോസ് ആയാലും അതെല്ലാം അവരുടെ യാത്രയുടെ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് വേദനയോടുകൂടി മാത്രമേ കണ്ടിരിക്കാനാവുകയുള്ളൂ. അത്രത്തോളം ഒരു നാടിൻ്റെ ഒന്നാകെ ഒരു സ്കൂളിൻ്റെ ആകെ കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ടവരാണ് വിട വാങ്ങുന്നത്. KB ശ്രീധരനിലേക്ക് കൂടി പോവുകയാണ്. ശ്രീധരൻ, പൊള്ളാച്ചിയിൽ നിന്നും ആംബുലൻസ് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഓരോരുത്തരെയും വഹിച്ചുകൊണ്ട് അവസാനമായിട്ട് ആ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് എത്തുമ്പോൾ അത് ഹൃദയം നടുങ്ങുന്ന കാഴ്ചയായിരിക്കും എന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു 9 മണി സമയത്തോടു കൂടി അവിടെ എത്തും. 1 മണിക്കൂർ സമയം കൊണ്ട് പൊതുദർശനം ആ രീതിയിലാണല്ലേ ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നത്? തീർച്ചയായിട്ടും പൊള്ളാച്ചിയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ എവിടേക്ക് എടുക്കും എന്നാണ് കണക്കാക്കുന്നത്. അതിനുശേഷം 9 മണിയോടുകൂടി ഈ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ 9 ഫ്രീസറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ADM നമ്മോടൊപ്പം ചേരുന്നു. സാർ, എങ്ങനെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടി? നമ്മൾ വിവരം അറിഞ്ഞ വഴിക്ക് തന്നെ ഇവിടെ നിന്ന് പാലക്കാട് ADMൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം അവിടേക്ക് പോയി. അതുപോലെ തന്നെ പോലീസിൻ്റെ ചിറ്റൂർ DSPയുടെ നേതൃത്വത്തിൽ ഒരു ടീം അവിടേക്ക് യാത്ര തിരിച്ചു. കൂടാതെ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ തഹസിൽദാരടക്കമുള്ള ഒരു ടീമും കൂടി അവിടെ എത്തിച്ചേർന്നു. പിന്നെ അവിടെ എല്ലാ കാര്യങ്ങളിലും ഏകോപിപ്പിച്ച് കാര്യങ്ങൾ നീക്കി രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി. പൊതുദർശനത്തിനുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ സംസ്കാര ചടങ്ങുകളെ കുറിച്ചൊക്കെ ഇവിടെ നമുക്ക് ഇന്നലെ രാത്രി തന്നെ നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ അവിടെ നിന്ന് ബോഡി പുറപ്പെട്ടിട്ടുണ്ട്. ഒരു 2-2.5 മണിക്കൂറിനുള്ളിലൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ പൊതുദർശനത്തിന് കഴിഞ്ഞതിന് ശേഷം അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേക ആംബുലൻസുകളൊക്കെ വെച്ചിട്ടുണ്ടോ? ഇവിടെ എല്ലാതും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ വരുന്ന ആംബുലൻസ്? അതെ, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ദൂരെയുള്ള പുലാമന്തോളും കുളത്തൂരുള്ള അതിനും പ്രത്യേകം എല്ലാത്തിനും പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? അതിൽ ADM ആണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വല്ലാത്ത ഒരു വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഈ നാട് ഒന്നാകെ ഉള്ളത്. പ്രത്യേകിച്ച് ഈ സ്കൂളിനെ സംബന്ധിച്ച് ആളുകൾക്കെല്ലാം തന്നെ വളരെയധികം ഒരു തീർത്തും ഗ്രാമപ്രദേശത്തുള്ള ഒരു വിദ്യാലയം. ആ വിദ്യാലയത്തിൽ പഠിച്ച ആളുകൾ അവിടെ തന്നെ, പ്രത്യേകിച്ച് ഈ റംല ടീച്ചറുടെയൊക്കെ കഥ ഇന്നലെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അവർ ആ സ്കൂളിൽ പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപിക, അതായത് നാട്ടുകാരൊക്കെ ആയിട്ട് അവർക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരു അധ്യാപികയായിരുന്നു അവർ. അതുപോലെ തന്നെ അജിത ടീച്ചർ ആവട്ടെ, ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ഇനി വിരമിക്കാൻ അധികം കാലമില്ല എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്ന, വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിരുന്ന അധ്യാപിക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ട് ഇവരെ എല്ലാം പറ്റി. അവരെല്ലാം തന്നെ ആ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി, കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയൊക്കെ ചേർന്ന് നിന്നിരുന്ന, നാട്ടുകാരോടൊപ്പം വളരെ ചേർന്ന് നിന്നിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ ഒരു വേർപാട് ഈ നാടിനെ ഒന്നാകെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നത്. ഇന്നലെ തന്നെ
നിരവധി ആളുകൾ ആ GLP സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ നിരവധി ആളുകൾ വന്നു. അതിന് തൊട്ടുള്ള കവലയിൽ നിരവധി ആളുകൾ എത്തി. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ രാത്രി കൊണ്ട് മാത്രം അവിടേക്ക് എത്തിയത്. ഇവരെ ഒന്നും ആരും വിളിച്ചു വന്നതല്ല. ആളുകളൊക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞ് വന്ന് തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയും എന്നൊക്കെ നോക്കിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയും ഇവിടെ ഈ പൊതുദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണം നടത്തുന്നതിന് വേണ്ടി ആളുകളൊക്കെ ഇവിടെ എത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സ്കൂൾ കവാടം കഴിഞ്ഞ് വരിയായി ആളുകൾക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ നിരനിരയായിട്ട് അത്രയും വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും ഇത്. ഈ മൃതദേഹങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ വശത്ത് വെച്ച് മറുവശത്ത് കൂടി ആളുകൾക്ക് വന്ന് അന്തിമോപചാരം അർപ്പിച്ച് കടന്ന് പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഈ സ്കൂളിൽ, ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇവർ ഒക്കെ ജോലി ചെയ്ത LP സ്കൂളിൽ അതിനുള്ള ക്രമീകരണങ്ങളില്ല. അത് വളരെ ഉൾഭാഗത്തുള്ള ഒരു സ്കൂളാണ്. അതുകൊണ്ടാണ് ഇവിടേക്ക് ഈ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ പൊതുദർശനമൊക്കെ മാറ്റിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് മുൻപേ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 7 പേരുടെ സംസ്കാര ചടങ്ങ്, ഈ 7 പേരും ഈ ചുറ്റുവട്ടത്ത് തന്നെ ഈ 1-2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ സമീപത്ത് തന്നെയുള്ള പള്ളിപ്പറമ്പിലായിരിക്കും അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മറ്റ് 2 പേരുടെ, ആശ ടീച്ചർ, അജിത ടീച്ചർ, ഇവരുടെ ഭൗതിക ശരീരങ്ങൾ ഇവിടെ നിന്ന് ജന്മസ്ഥലത്തേക്ക്, ജന്മദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഏതായാലും നിലവിൽ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച്, ഈ പാങ് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് പൊതുദർശനത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് നേരത്തെ എത്തിയോ? എത്തിയിട്ടുണ്ട്. അറിയായിരുന്നു ഇവരെയൊക്കെ നേരെ? ഇവരെ മുന്നേ അറിയില്ല. അല്ല, ഈ സ്കൂളിൽ നമ്മളെ അടുത്തുള്ള ഈ സ്കൂളാണ്. എന്താ കേട്ടപ്പോൾ വല്ലാത്ത എല്ലാവരും നെട്ടിപ്പോയി. ഭയങ്കര വിഷമം. പാങ്ങിൽ ഇങ്ങനെ ഒരു ഇത് ആദ്യമായിട്ടാണ്. ടീച്ചർമാരൊക്കെ അറിയായിരുന്നു? നേരിൽ പരിചയമില്ല, എന്നാലും അടുത്ത് 1-2 കണ്ടിട്ടുണ്ട്. സ്കൂള് അത്രയും ആളുകളായിട്ട് അടുത്ത് അല്ലേ? ഈ പ്രദേശത്തെ പ്രധാന സ്കൂളാണ്. അദ്ദേഹം രാവിലെ വന്നതാണ്. അവരെ കാര്യമായിട്ട് നേരിട്ടറിയില്ല, പക്ഷെ ഇത് കേട്ടറിഞ്ഞ് ഇവിടേക്ക് എത്തിയ വ്യക്തിയാണ്. ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് എത്തി ഇവിടെ പരിസരത്തെല്ലാം തന്നെ ഇങ്ങനെ തടിച്ചുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഇവർക്ക് അവസാനമായി യാത്രയപ്പ് നൽകുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ ആളുകളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലേതായാലും പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഇവിടം കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 9 മണിയോടുകൂടി തന്നെ ഈ ഭൗതിക ശരീരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടേക്ക് എത്തിച്ചേരും. ആളുകൾക്ക് 1 മണിക്കൂർ നേരം ഇവിടെ ഈ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം അവരവരുടെ വീടുകളിലേക്ക്, ഈ ഉറ്റവരുടെ അടുത്തേക്ക് അവസാനമായി അവർക്കൊരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ ഭൗതിക ദേഹങ്ങൾ അവിടേക്ക് എത്തിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ പൊതുദർശനം നീളുന്നതനുസരിച്ച് ക്രമീകരണങ്ങളിൽ വ്യത്യാസമുണ്ടാകാനും സാധ്യതയുണ്ട്. ഏതായാലും ഇന്നലത്തെ ഒരു കണക്കെടുത്താൽ തന്നെ നിരവധി ആളുകൾ ഇന്നലെ ഇവിടേക്ക് എത്തിയിരുന്നു. ഈ വാർത്ത കേട്ടറിഞ്ഞ് നിരവധി ആളുകൾ സ്കൂളിനടുത്തും അപ്പുറത്തുള്ള പറമ്പിന് സമീപത്തൊക്കെ നിരവധി ആളുകൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും വൻ ജനാവലി ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ തന്നെ വളണ്ടിയർ ആയിട്ട് തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകൾ രാവിലെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇവർക്കെല്ലാം ഈ പറയുന്ന സ്കൂളുമായി അടുത്ത ബന്ധമുള്ള, അതായത് ഈ ഒരു വിദ്യാലയം ഈ ഒരു നാടുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിൻ്റെ നിരവധി കഥകളാണ് ഇന്നലെ മുതൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ കേന്ദ്രീകരിച്ച് ശ്രീധരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ പൊതുദർശനം ഉണ്ടാവുക.
അങ്ങനെ ഇപ്പോൾ തന്നെ ആ സ്ഥലത്തേക്ക് പൊതുദർശനം നടക്കുന്ന ആ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് നാട്ടിലുള്ള ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുകയാണ്.